അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ, കൃപാസനാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ലോകത്തിൻ്റെ സമാധാനത്തിനു വേണ്ടി ഞങ്ങൾ നടത്തുന്ന ഈ റാലിക്ക് ശുശ്രൂഷ സൈന്യാധികരായി അങ്ങ് തിരഞ്ഞെടുത്ത ഈ മക്കളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു പ്രാർത്ഥന പടയാളികളാണ്. കർത്താവിൻ്റെ ഒരു ഉപകരണമെന്ന രീതിയിലാണ് നിങ്ങളിതിൻ്റെ അകത്ത് പങ്കെടുക്കുന്നത്. അത് ദൈവ വിളി പോലെ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ഒത്തിരിയേറെ ശുശ്രൂഷകൾ പങ്കെടുത്തിട്ടുള്ളവരാണ്. അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ സംഘടനകൾ പ്രവർത്തിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ നമ്മളിവിടെ മരിയൻ സൈന്യമാണ്. മാതാവിൻ്റെ വലിയ ദൗത്യം ദുരന്തമുണ്ടാകാൻ പോണ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് അമ്മ കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ടത്. ആ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിനായിട്ടാണ് ലക്ഷങ്ങളെ ഉൾച്ചേർന്ന് പ്രാർത്ഥിക്കാൻ ദൈവം നമുക്കൊരു അവസരമായിരിക്കുന്നത്. ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളായിട്ടാണ് നിങ്ങൾ സംസാരിക്കേണ്ടതും ഇടപെടേണ്ടതും. സൗമ്യതയും ശാന്തതയും വിട്ടുപോകരുത്. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് നിശബ്ദമായിട്ടാണ് പറഞ്ഞ് ചെവിയോട് ചെവി തിരുത്തേണ്ടത്. അപ്പോൾ അവിടെ ഇപ്പോൾ പെരുമാറേണ്ട സ്ഥലങ്ങളിലെല്ലാം എല്ലാവരുടെയും ജപമാല ഉണ്ടാകണം. പ്രാർത്ഥനാ നിർഭരമായി കാഴ്ചവെക്കണം. ഒരു വിഷയത്തെ പ്രാർത്ഥനാപൂർവ്വം കൈകാര്യം ചെയ്യണം. ഒരു വിഷയം ഇപ്പോൾ ഒരു തിരക്ക് കൂടി, പക്ഷേ അപ്പോഴും നിങ്ങൾ അതിനെ കൈകാര്യം ചെയ്യുമ്പോൾ മാതാവിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. മാതാവ് ഇത് കൈകാര്യം ചെയ്യും എന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾക്കൊരു നിശബ്ദമായ അപ്പോഴേ പ്രായോഗിക നിർദ്ദേശം കൊടുക്കാം. പക്ഷേ നിങ്ങളുടെ മനസ്സിൽ പ്രാർത്ഥന ആ സമയത്ത് ഉണ്ടാകണം. ഇനി തിരിച്ച് നിങ്ങൾ 25-ാം തീയതി വരുമ്പോൾ കുമ്പസാരിക്കാത്തവരെല്ലാം കുമ്പസാരിച്ച്, പ്രാർത്ഥിക്കാനുള്ളവരെല്ലാം പ്രാർത്ഥിച്ചൊരുങ്ങി ദൈവം ഈ ശുശ്രൂഷയ്ക്ക് എന്നെ തിരഞ്ഞെടുത്തതിന് നന്ദി പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഇതിലേക്ക് കടന്നു വരാനും. പ്രിയമുള്ളവരെ, നമ്മുടെ 2025 അഖണ്ഡ ജപമാല മഹാറാലിക്ക് വേണ്ടിയുള്ള വോളണ്ടിയേഴ്സിൻ്റെ യോഗം നമ്മൾ ആരംഭിക്കുന്നു. ലോകസമാധാനത്തിന് വേണ്ടി പപ്പയുടെ ആഹ്വാനപ്രകാരം നമ്മുടെ ഉടമ്പടി നിയോഗങ്ങൾ, ലോകത്തെമ്പാടും എടുത്തിരിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളുടെ ഉടമ്പടി നിയോഗങ്ങൾ ത്യാഗപൂർണമായ ഈ തീർത്ഥാടന യാത്രയിൽ ഫലമണിയുവാൻ വേണ്ടി നാം നടത്തുന്ന ആ വലിയ ജപമാല റാലിയുടെ ഏറ്റവും ത്യാഗപൂർണമായ സേവനം ചെയ്യുന്നവരാണ് വോളണ്ടിയേഴ്സായ നമ്മളെല്ലാവരും. പ്രാർത്ഥനയോടുകൂടി നമുക്ക് ആരംഭിക്കാം. പരിശുദ്ധാത്മാവേ നീയേഴും നുള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ, ദിവ്യദാനങ്ങൾ ചിന്തി എന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. സ്വാഗതം. HR മാനേജർ ജോസഫ് സാർ. നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ളൊരു മാസമാണ് ഒക്ടോബർ മാസം. കാരണം പരിശുദ്ധ അമ്മയ്ക്കായി പ്രതിഷ്ഠിക്കപ്പെട്ട മാസം തന്നെ നമ്മൾ അഖണ്ഡ ജപമാല മഹാറാലി വർഷങ്ങളായിട്ട് നടത്തുകയാണ്. ഈ റാലിയിൽ നമ്മളും ഒരു ഭാഗമാകുക എന്ന് പറയുന്നത്, അതിന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതിന് തന്നെ ദൈവത്തോട് നമ്മൾ നന്ദി പറയണം. കാരണം അത്രയ്ക്കധികം അനുഗ്രഹങ്ങളാണ് പരിശുദ്ധ അമ്മ വഴി ഈശോയുടെ പക്കൽ നിന്ന് നമുക്ക് ഓരോരുത്തർക്കും കിട്ടിക്കൊണ്ടിരിക്കും. ഇത്രയും സ്നേഹം നിറഞ്ഞ ബഹുമാനപ്പെട്ട ഫാദർ, വേദിയിൽ ഉപവിഷ്ടരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നമസ്കാരം. ആദ്യം തന്നെ എന്നെ ഈ ചടങ്ങിന് വിളിച്ചതിന് നന്ദി പറയുന്നു. കാര്യം വളരെ വലിയ ഒരു ഇവൻ്റാണ്, അല്ലെങ്കിൽ ഒരു ഭക്തിസാന്ദ്രമായ ഒരു ഇവൻ്റാണ് നടക്കാൻ പോകുന്നത്. വോളണ്ടിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിവോട്ടീസിനേക്കാൾ അർപ്പണബോധത്തോടു കൂടി നിൽക്കണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നത് പബ്ലിക്കിനെയാണ്. നിങ്ങൾ ഡിവോട്ടീസിനെ മാത്രമല്ല ഹാൻഡിൽ ചെയ്യുന്നത്. അതിലെ വരുന്ന വാഹനത്തിൽ വരുന്ന ഡ്രൈവറുടെ സ്വഭാവം നിങ്ങൾ പറയണമെന്ന് കേൾക്കണമെന്നില്ല. ചിലപ്പോൾ അവർ തട്ടിക്കയറും, ദേഷ്യപ്പെടും, പല സ്വഭാവക്കാരാണ്. അപ്പോൾ അവരോട് നല്ല സംയമനത്തോടു കൂടി എന്ത് പ്രശ്നം ഉണ്ടായാലും വളരെ കൂളായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് നല്ല രീതിയിൽ, ഇനി അവരെ പ്രകോപിപ്പിക്കാൻ നിന്നാലും നമ്മൾ പ്രകോപനത്തിൽ പെടാതെ നല്ല മനസ്സോടുകൂടി നിന്ന്, എൻട്രൻസ് എന്ന് പറയല്ലേ, നമുക്ക് നല്ല എൻട്രൻസ് വേണം. എന്നാലേ നമുക്ക് അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയുള്ളൂ.
ആ മുറിച്ച് കടക്കത്തക്ക രീതിയിലുള്ള സ്ഥലങ്ങളിൽ നിൽക്കുന്നവർ പ്രത്യേകം വളരെയധികം ശ്രദ്ധിക്കണം. ഇവിടുത്തെ പ്രശ്നമെന്ന് വെച്ചാൽ ഞാൻ പ്രധാനമായിട്ടും എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ വരുന്ന ഡിവോട്ടീസ് എല്ലാവരും മിക്കവാറും പല പല വാഹനങ്ങളിലായിരിക്കും വരുന്നത്. ആ വാഹനത്തിൽ കൃത്യമായ സ്ഥലത്തിറങ്ങി കൃത്യമായിട്ട് ആ ക്യൂവിലേക്ക് അല്ലെങ്കിൽ ജപമാല റാലിയിലേക്ക് ചേരുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഇവിടുന്ന് ചെയ്യും. ഇവിടെ വന്ന് ഇറങ്ങുന്ന ആ ഡിവോട്ടീസിൻ്റെ വാഹനങ്ങൾ സാധാരണ എന്താ, ഇവിടെ അവർ തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ, അവർ അങ്ങോട്ട് പോയിട്ട് അവിടെ നിന്നായിരിക്കും പോകുന്നത്. അപ്പോൾ അർത്തിങ്കൽ വന്നിട്ട് വേണം പോകാൻ. അപ്പോൾ അർത്തിങ്കലാണ് ഇവിടുന്ന് വരുന്ന വാഹനങ്ങൾ പ്രോപ്പറായിട്ട് തിരിച്ചുവിടേണ്ടത്. അതിനുള്ള ക്രമീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തണം. അപ്പോൾ അത് കൃത്യമായിട്ട് ഇവിടെ ബ്ലോക്ക് ഇല്ലാത്ത രീതിയിൽ ഇവിടെ കൈകാര്യം ചെയ്യണം. അതിനുവേണ്ടിയുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വർഷം ചെയ്ത പോലെ ഈ വർഷവും ചെയ്യും. നമുക്ക് ഇപ്പം ഫാദർ പറഞ്ഞു, നമ്മൾ രണ്ടിടത്ത് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മൈക്കിൾസ് കോളേജിലും 2 കണിച്ചുളങ്ങര ദേവീക്ഷേത്രത്തിൻ്റെ ഗ്രൗണ്ടിലും വലിയ വാഹനങ്ങളും മറ്റു വാഹനങ്ങളും പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൗകര്യം നമ്മൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതുകൂടാതെ നമുക്ക് മൈക്കിൾസ് നമ്മുടെ അർത്തിങ്കൽ ബസിലിക്കയുടെ ഗ്രൗണ്ടുകളുണ്ട്. അർത്തിങ്കൽ ബസിലിക്കയുടെ കിഴക്കുവശം ഗ്രൗണ്ടുണ്ട്. കൂടാതെ വടക്ക് പടിഞ്ഞാറ് വശം സെൻറ്റ് ജോർജ് പള്ളിയുടെ പടിഞ്ഞാറ് വശം, അതുകൂടാതെ ആ ബീച്ച് റോഡിലേക്ക് പോണ വഴി റൈറ്റ് സൈഡിൽ അത്യാവശ്യം വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഗ്രൗണ്ടുകളൊക്കെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ഈ അറേഞ്ച് ചെയ്യുമ്പോൾ കുറച്ച് ക്രമീകരണങ്ങൾ നമ്മൾ പോലീസ് വരുത്തും. ഇപ്പോൾ അതിനുള്ള ഒരു ക്രമീകരണങ്ങൾ വരുത്തും എന്നുള്ളതിന് മുൻകൂട്ടി തന്നെ ഒരു പത്രത്തിൽ ഒരു കുറിപ്പ്, ഒരു പരസ്യം കൊടുക്കേണ്ടതാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിൻ്റേതായിട്ട് തന്നെ കൊടുക്കണം. ഇങ്ങനെ ഈ ദിവസത്തെ ട്രാഫിക് ക്രമീകരണങ്ങൾ ഉണ്ടായിരിക്കുന്നതാണെന്നുള്ള ഒരു അറിയിപ്പ് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ അവിടെ വരുമ്പോൾ നമ്മളിപ്പം ഇത്തവണ നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഒരു പോലീസ് കൺട്രോൾ റൂം തന്നെ അർത്തിങ്കൽ ബസിലിക്കയുടെ മുൻവശം ഉണ്ടാവും. എന്തിനാണ് കൺട്രോൾ റൂം? കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ജനങ്ങൾ വരുന്നതുകൊണ്ട് നമ്മുടെ അവിടുത്തെ മൊബൈലിൻ്റെ ടവറുകൾക്കൊന്നും താങ്ങാനൊക്കത്തില്ല. അതുകൊണ്ട് മൊബൈലെല്ലാം എന്തായിരിക്കും, ഒരു പ്രയോജനം ഉണ്ടായാലും കൊണ്ടു നടക്കാവുന്നേ ഉള്ളൂ. യാതൊരു പ്രയോജനവും ഒരു കമ്മ്യൂണിക്കേഷനും ഉണ്ടാവാൻ സാധ്യത വളരെ വിരളമാണ്. അപ്പോൾ അതിനൊരു റിക്വസ്റ്റ് കൂടി കൊടുക്കണം. എന്താണ്, നമുക്ക് അഡീഷണൽ അത് ഫ്രീക്വൻസിയിൽ എന്താണ് സൗകര്യം എന്നുള്ളത് സർവീസ് പ്രൊവൈഡേഴ്സിന് ഒരു റിക്വസ്റ്റ് കൂടി കൊടുക്കണം. അവർ ചെയ്തു തരും മിക്കവാറും. അവിടെ എയർടെല്ലോ അല്ലെങ്കിൽ നമ്മുടെ മറ്റേ ജിയോയോ ഏതാ BSNL ഒക്കെ ഉണ്ടെങ്കിൽ ഈ ദിവസത്തേക്ക് ഇത്രയും ഡിവോട്ടീസ് വരുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ക്രമീകരണത്തിനുള്ള ഒരു റിക്വസ്റ്റ് കൂടി കൊടുക്കുന്നത് നല്ലതാണ്. അത്യാവശ്യം നമുക്ക് ഏതെങ്കിലും ഒരു സമയത്ത് നമ്മുടെ എമർജൻസി നമ്പറുകളെങ്കിലും വിളിക്കണം. അതുകൂടാതെ അവിടെ നമ്മൾ ട്രാഫിക് നിയന്ത്രണം വരുത്തുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പള്ളിയുടെ കോമ്പൗണ്ടിൽ മിക്കവാറും നമ്മൾ വാഹനങ്ങളൊന്നും അനുവദിക്കുകയില്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ വരുന്നതാണ്. അവർക്ക് നിൽക്കാനുള്ള സ്പേസ് പോലും ഉണ്ടാവില്ല. അപ്പം പിന്നെ വാഹനങ്ങളും കൂടി അവിടെ കുത്തി നിറച്ച് കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാകും. അതുകൊണ്ട് കൃത്യമായ അവിടെ ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ടാവും. സെൻറ്റ് ജോർജ് പള്ളിയുടെ അവിടെയും അതേപോലെ തന്നെ ITC ജംഗ്ഷനും അത്യാവശ്യം വണ്ടികൾ 4 മണിക്ക് മുമ്പൊക്കെ തന്നെ പാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന വാഹനങ്ങൾ നമ്മൾ അവിടെ ട്രാഫിക് നിയന്ത്രണങ്ങളുണ്ടാവും. അതാത് ഗ്രൗണ്ടുകളിലേക്കും അതേപോലെ തന്നെ കണിച്ചുളങ്ങര തെക്കുന്ന് വരുന്ന വാഹനങ്ങൾ കണിച്ചുളങ്ങരയിലേക്ക് കൊണ്ടുപോയി പാർക്ക് ചെയ്യുന്നതിനും വടക്കുന്ന് വരുന്ന വാഹനങ്ങൾ ബസിലിക്കയുടെ കിഴക്ക് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നതിനും വടക്ക് പടിഞ്ഞാറ് ഗ്രൗണ്ടിൽ പാർക്ക് ചെയ്യുന്നതിനും കൂടാതെ അവിടെ ഒരു അറവുകാട് ക്ഷേത്രമുണ്ട്. അവിടെ കൂടി നമുക്കൊന്ന് റിക്വസ്റ്റ് കൊടുക്കാം. അറവുകാട് ക്ഷേത്ര ഗ്രൗണ്ടിലുമൊക്കെ നമുക്ക് പാർക്ക് ചെയ്യാം. അപ്പോൾ പാർക്കിങ്ങാണ് പ്രധാനം. ഈ പാർക്കിങ്ങിന് വരുന്ന ആളെ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് വാഹനങ്ങൾ അതാത് ഗ്രൗണ്ടിലേക്ക് പോകുന്നതിനുള്ള നിർദ്ദേശങ്ങളുണ്ടാകും. ഈ വാഹനത്തിൽ വരുന്ന ആൾക്കാർ ഡ്രൈവേഴ്സ് ഡിവോട്ടീസ് ആവണമെന്നില്ല. അവിടെയാണ് പ്രശ്നം വരുന്നത്. കാര്യം എന്താ, നിങ്ങളോ ഞങ്ങളോ ഒക്കെ പറഞ്ഞാലും അവർക്ക് കേൾക്കാൻ, പോലീസാണ് പിന്നെയും പറഞ്ഞാൽ കേൾക്കും. ഒരു വോളണ്ടിയർ ആണെങ്കിൽ പോലും പറഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പല സ്വഭാവക്കാരായിരിക്കും വരുന്നത്. മിക്കവാറും ഡ്രൈവേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ക്രിമിനൽ സ്വഭാവമുള്ള ആൾക്കാരും ഒക്കെ ഉണ്ടാവും. കാര്യം ഈ നൈറ്റും ഡേയും ഒക്കെ ഡ്യൂട്ടി ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പിന്നെ അവരുടെ എങ്ങനെയാണ് അവരുടെ സ്വഭാവം നമുക്ക് പറയാനൊക്കത്തില്ല. പിന്നെ നമ്മൾ ഇത്തവണ നമ്മൾ ഒരു റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ടുകളിൽ നമ്മുടെ അവിടുത്തെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കൃത്യമായ പാർക്കിംഗ് സൗകര്യം ഒരുക്കുന്നതിന് വേണ്ടി. കാര്യം എന്താ, നമുക്കൊരു 2 ഏക്കർ സ്ഥലമുണ്ട്. അവിടെ നമ്മൾ വരുന്ന വാഹനക്കാരോട് പാർക്ക് ചെയ്യാൻ പറഞ്ഞാൽ അവരവിടെ ആദ്യമേ പാർക്ക് ചെയ്യും. അവരാദ്യമേ തന്നെ ആ റോഡിൻ്റെ സൈഡിൽ അങ്ങോട്ട് പാർക്ക് ചെയ്യും. 10 വണ്ടി അങ്ങോട്ട് വലിയ പിന്നെ ബസ് അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 10 വണ്ടിയേ കിടക്കുള്ളൂ. അവിടെ എത്ര വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാകും? 2 ഏക്കർ സ്ഥലം ഉണ്ടെങ്കിൽ അവിടെ ഒരു 100 വണ്ടി കിടക്കേണ്ട സ്ഥലമാണെങ്കിൽ നമുക്ക് എത്ര വണ്ടിയെ പാർക്ക് ചെയ്യാനൊക്കെ ഉള്ളൂ? 10 വണ്ടി. കാര്യം എന്നാ, ആദ്യം വരുന്നവനെ ആദ്യം പോകണമെന്ന് കരുതി ആ റോഡ് സൈഡിൽ തന്നെ ബ്ലോക്ക് ചെയ്ത് പാർക്ക് ചെയ്യും. അപ്പോൾ വാഹനങ്ങൾ കൃത്യമായിട്ട് ലൈനപ്പ് ചെയ്ത് നന്നായിട്ട് പാർക്ക് ചെയ്ത് അതിൻ്റെ നടുക്ക് കോമൺ ആയിട്ട് ഒരു വാഹനം എടുത്ത് കൊണ്ടുപോകാനും കയറാനുമുള്ള സൗകര്യത്തിൽ പ്ലാൻ ചെയ്ത് പാർക്കിംഗ് ഗ്രൗണ്ടിൽ നിങ്ങളുണ്ടാവണം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പോലീസുകാർ നമുക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കിട്ടുന്ന പോലീസുകാരൊക്കെ നമുക്ക് ട്രാഫിക് നിയന്ത്രണത്തിന് അതാത് പോയിന്റുകളിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഗ്രൗണ്ടിൽ പോലീസിന് കിട്ടാൻ സാധ്യത കുറവാണ്. അത്രയും മെന്നെ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ
എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അടുത്ത പോയിന്റുള്ള പോലീസുകാരനോട് ചെന്നിട്ട് സഹായം തേടുക നിവർത്തിയുള്ളൂ. പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ നിങ്ങളുടെ സഹായം ഉണ്ടാവണം. അതേപോലെ തന്നെയാണ് ബസിലിക്കയുടെ ഫ്രണ്ടിലും എന്താണ് ഇഷ്ടംപോലെ ജനം ഇങ്ങനെ വരുന്നതുകൊണ്ട് ക്രോസിംഗ് ഉണ്ടാവും അല്ലേ. അതേപോലെ തന്നെ ആൾക്കാരെ കുഴഞ്ഞു വീഴുന്നവരുണ്ടാവും. ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക മാത്രമല്ല എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണം. അതിനുള്ള സൗകര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കണം. അപ്പോൾ ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റിയില്ലെങ്കിൽ 112 എന്ന നമ്പറിലേക്ക് വിളിക്കാൻ പോലും പറ്റിയില്ലെങ്കിൽ അതിനാണ് നമ്മൾ ഇത്തവണ ചെയ്തിരിക്കുന്നത്, അവിടെ പോലീസ് കൺട്രോൾ റൂം ബസിലിക്കയിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ പോലീസ് കൺട്രോൾ റൂമിൽ അറിയിക്കുക. അവിടെ വയർലെസ് സെറ്റ് ഉണ്ടാകും, മറ്റ് സ്ഥലങ്ങളിലേക്ക് വിളിച്ച് വേണ്ട അപ്പോഴേ നിർദ്ദേശങ്ങൾ കൊടുക്കും. പിന്നെ ഒരു കാര്യമാണ് വെള്ളം കിട്ടാത്തൊരു ഇപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ പള്ളിയിൽ നിന്ന് തന്നെ ഓരോരുത്തരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. എത്ര നിങ്ങൾ വെള്ളം കൊടുത്തെന്ന് പറഞ്ഞാലും മതിയാവില്ല. കാര്യം എന്നാ, നമ്മൾ 1 ലിറ്റർ വെള്ളം ഒരാൾക്ക് കൊടുക്കാൻ മതിയാവുമോ? അയാൾ ഒരു 1.5 കിലോമീറ്റർ നടത്തി കഴിയുമ്പോൾ പിന്നെ 1 ലിറ്റർ ആയിരിക്കും ആവശ്യപ്പെടുന്നത്. അപ്പോൾ എത്ര വെള്ളം ഞാൻ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. 2 വർഷം മുമ്പ്, കഴിഞ്ഞ വർഷം ഞാൻ ഇല്ലായിരുന്നു, 2 വർഷം മുമ്പ് ആ കടകളിലൊന്നും വെള്ളമില്ല, കുപ്പി വെള്ളം എല്ലാം കാലിയായിപ്പോയി. അത്രയും ഒരുപാട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് ഇത്തവണയൊക്കെ പലയിടത്തും. എങ്കിലും ആ വെള്ളം ഒന്നും മതിയാവില്ല. കൃത്യസമയത്ത് അവർക്ക് വെള്ളം നമ്മൾ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം. പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ആൾക്കാർ വിട്ടുപോകുന്നത്, കൂട്ടം വിട്ടുപോകുന്നത്, അല്ലെങ്കിൽ ആളുകൾ വേർപിരിഞ്ഞ് പോകുന്നത്. അങ്ങനെയുള്ള ആൾക്കാരെ ഉള്ള സഹായത്തിന് എത്രയും പെട്ടെന്ന്, കുട്ടികളൊക്കെയാണെങ്കിൽ പെട്ടെന്ന് അവർ പെട്ടെന്ന് ഡൗൺ ആവും. ഇത്രയും ദൂരം നടന്നു, വഴിയറിയില്ല, ആരാണെന്നറിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എല്ലാം ഞാൻ ബസിലിക്കാനെ ബന്ധപ്പെടുത്തി പറയാൻ കാര്യം ഞാൻ ബസിലിക്കാന്ന് വരുന്നതുകൊണ്ടാണ് കേട്ടോ. ഇവിടുത്തെ കാര്യങ്ങൾ വിശദമായിട്ട് ഇവിടെ പറയും. ബസിലിക്കയുടെ അവിടെ ഇപ്പോൾ ഒരു വണ്ടി കൊണ്ടുവന്ന് പാർക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഡ്രൈവറെ ഒന്ന് കോൺടാക്ട് ചെയ്യണം, പറ്റുമോ? എന്ത് ചെയ്യണം അപ്പോൾ അതിനൊരു കോമൺ ആയിട്ടുള്ളൊരു നിർദ്ദേശം ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. കാര്യം എന്നാ, ഡ്രൈവർമാർ കൺട്രോൾ റൂമിൻ്റെ ആ ഭാഗത്ത് വരാൻ പറയണം. കാര്യം ഈ ഡ്രൈവർക്കേ അറിയുള്ളൂ വാഹനം എവിടെ പാർക്ക് ചെയ്തിരിക്കണമെന്ന്. ആൾക്കാരിങ്ങനെ നോക്കി നടക്കും, ഡ്രൈവറെ കാണാനില്ല എന്നും പറഞ്ഞല്ലേ. ഡ്രൈവറെ കോൺടാക്ട് ചെയ്യാൻ നോക്കിയാൽ നടക്കുമോ? കാര്യം കോൺടാക്ട് ചെയ്യാൻ മൊബൈലൊന്നും ചാലുമില്ല. അപ്പോൾ എന്ത് ചെയ്യണം? ഡ്രൈവറോട് പറയണം, എവിടെ വാഹനമായാലും നിങ്ങൾ പോലീസ് കൺട്രോൾ റൂമിൻ്റെ പരിസരത്തോ അല്ലെങ്കിൽ ബസിലിക്കയുടെ കുരിശടിയുടെ ഫ്രണ്ടിലോ ഇന്ന സമയത്ത് ഞങ്ങൾ ഇവിടുന്ന് വരുന്ന ആവറേജ് ഇത്ര സമയം എടുക്കും, ആ സമയത്തിനുള്ളിൽ നമുക്ക് അല്ലെങ്കിൽ പ്രാർത്ഥനയും കഴിഞ്ഞിട്ട് ഇറങ്ങുന്ന സമയം ഏകദേശം ഇതാണ്, ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടാകണം എന്ന് ആരോട് വ്യക്തമായി നിർദ്ദേശം കൊടുത്തിരിക്കണം. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു കോമൺ ആയിട്ടൊരു മെസ്സേജായിട്ടോ അല്ലെങ്കിൽ ഒരു നോട്ടീസായിട്ടോ ഒക്കെ ഒന്ന് സർക്കുലേറ്റ് ചെയ്യണമെങ്കിൽ വരുന്ന ഡിവോട്ടീസിനും ഡ്രൈവേഴ്സിനും ഒക്കെ ഇത് വളരെയധികം സഹായകമാകും. അല്ലെങ്കിൽ അവർ ഇങ്ങനെ അന്വേഷിച്ച് നടക്കുക, വണ്ടി കിട്ടാത്തതിനും സമയത്ത് പോകാൻ പറ്റത്തതിനും കുറേ കഴിയുമ്പോൾ നമ്മുടെ ടെമ്പറൊക്കെ അങ്ങ് മാറും. മനസ്സിലായോ? വിശപ്പ് നമ്മൾ ക്ഷമിക്കും, പക്ഷെ നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയിക്കഴിഞ്ഞാൽ എന്താകും? പിന്നെ അങ്ങോട്ട് എന്തിനാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത് എന്നൊക്കെ പോലീസിനോടൊക്കെ ചോദിച്ചു തുടങ്ങും. എന്താണ് അവർക്ക് ചിലപ്പോൾ അവിടെ പബ്ലിക് സർവീസ് നമ്മൾ എൻഷുർ ചെയ്യണം. ബസ്സൊക്കെ കൃത്യമായിട്ട് ഉണ്ടാവേണ്ടതാണ്. ചിലപ്പോൾ സമയത്ത് എത്തിപ്പെടാനും പറ്റാത്ത സാഹചര്യങ്ങളൊക്കെ വരും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ കുറച്ച്, അതായത് എന്താണ് ഇതിൽ പറയുന്നത്, ഡിവോട്ടീസ് എല്ലാവരും ഒരേ ക്യാരക്ടറല്ല. ചിലപ്പോൾ അന്യമതസ്ഥപ്പെട്ട ആൾക്കാരും ഒക്കെ വരും. അവർക്കൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇത് ഭക്തിയൊക്കെ ഉണ്ട്, പക്ഷേ ചിലർക്ക് അത് കുറച്ച് നേരം വെയിറ്റൊക്കെ ചെയ്ത് കഴിയുമ്പോൾ അവരുടെ സ്വഭാവമൊക്കെ മാറും. അപ്പോൾ അങ്ങനെയുള്ള എല്ലാത്തരം ആൾക്കാരെയും നമ്മൾ കൈകാര്യം ചെയ്യാൻ പാകമുള്ള നല്ല മനസ്സോടുകൂടി, നല്ല മനസ്സുള്ള ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത് എനിക്കറിയാം. കാര്യം നിങ്ങൾ ഡിവോട്ടീസിനേക്കാൾ നല്ല ഡിവോട്ടീസാണെന്ന് എനിക്കറിയാം. 3 മാതാവിൻ്റെ 3 തിരുസ്വരൂപങ്ങളാണ് നമ്മുടെ ഈ തീർത്ഥാടനത്തിൽ പോകുന്ന. ഏറ്റവും മുൻപിലൊരെണ്ണം പോകും, ഏതാണ്ടൊരു മധ്യഭാഗമാകുമ്പോൾ മറ്റൊരെണ്ണം പോകും, ഏറ്റവും അവസാനം 3-ാമത്തെ തിരുസ്വരൂപം ഇങ്ങനെ യാത്രയ്ക്കുണ്ടാവും. 3-ാമത്തെ തിരുസ്വരൂപം പോകുന്നത് വരെയും നമ്മൾ ഡ്യൂട്ടിയിലാണ്. പിന്നീടൊരു കാര്യം, വോളണ്ടിയേഴ്സ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇടവഴികളിലൂടെയൊന്നും ആളുകൾ പോകാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്. ഏതാണോ റാലി പോകേണ്ട വഴി, ആ വഴിയിലൂടെ മാത്രമാണ് നമ്മൾ അവരെ സ്നേഹപൂർവ്വം വഴിതിരിച്ചു വിടേണ്ടത്. അതുമാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. കൃപാസന വൈസ് ഡയറക്ടർ ശ്രീ തങ്കച്ചൻ പനക്കൽ. നമ്മൾ ഈ പ്രാവശ്യം വളഞ്ഞു തിരിഞ്ഞ് വഴികളൊക്കെ മാറ്റിക്കൊണ്ട് തീരപ്രദേശത്തൂടെ നടന്ന് അർത്തുങ്കലാകുന്ന വളരെ പ്രശസ്തമായ ബസിലിക്കയുടെ പടിഞ്ഞാറെ കുരിശടിയിൽ ചെല്ലും. 1 കിലോമീറ്റർ നടക്കുമ്പോൾ ബസിലിക്കകത്ത് ചെല്ലും. നിങ്ങളെല്ലാവരെയും പരിശുദ്ധം അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു. നന്ദി, നമസ്കാരം. വോളണ്ടിയേഴ്സിനെ കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ ശ്രീ റോബർട്ട് കണ്ണഞ്ചത്തരം. സ്നേഹബഹുമാനപ്പെട്ട അലക്സച്ച, വളരെ നന്ദിയോടുകൂടിയാണ് ഈ വേദിയിൽ നിങ്ങളോട് നിൽക്കുന്നത്. കഴിഞ്ഞ വർഷം സേവനം അനുഷ്ഠിച്ചവർ അതാത് ചെയ്ത ഡ്യൂട്ടി അറിയാമല്ലോ. അപ്പോൾ ഈ ദിവസങ്ങളിൽ നിങ്ങളെ നേരിട്ട് ഞാൻ വിളിക്കും. അപ്പോൾ നിങ്ങളുടെ കൂടെ ആരായിരുന്നെന്നോ അവരുടെ ഫോൺ നമ്പർ, നിങ്ങൾ എവിടെയാണ് നിലയുറപ്പിച്ചിരുന്നത്, നിങ്ങൾ എന്താണ് സേവനം ചെയ്തതെന്ന് പറഞ്ഞാൽ മതി. അതുപോലെ തന്നെ അത് ഫോളോ ചെയ്തു തരുന്നതാണ്.
പിന്നെ നേഴ്സുമാരും ഡോക്ടേഴ്സും പോലീസ് മിലിറ്ററി ഡിപ്പാർട്ട്മെൻറ്റിലൊക്കെ ഉണ്ടായിരുന്ന സഹോദരങ്ങൾ, അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ ആംബുലൻസിലും മറ്റിടങ്ങളിലുമൊക്കെ എടുത്തു തന്ന അതേ സഹായം തന്നെ തുടരുന്നതിന് വേണ്ടിയിട്ട് ആ ഒരു ടീമിനെ തന്നെ സെറ്റ് ചെയ്യുന്നതാണ്. 24-ാം തീയതി രാത്രി എത്തുന്നവർക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുന്നതിന് വേണ്ടി, അതായത് ഉറങ്ങുന്നതിനും രാത്രി ഭക്ഷണം കരുതുന്നതാണ്. ദയവായിട്ട് ഫോണിൽ വിളിക്കുമ്പോൾ നേരിട്ട് പറയണം. കൃത്യമായിട്ടും അതിനുള്ള സംവിധാനങ്ങൾ മരിയൻ വാലിയിൽ ഒരുക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ വരുന്ന വാഹനങ്ങൾ വേറെ നമുക്ക് പരിചിതമല്ലാത്ത സ്ഥലത്തൊന്നും പാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. വോളണ്ടിയേഴ്സിൻ്റെ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മരിയൻ റാലിയിൽ ക്രമീകരണം ചെയ്തു തരുന്നതാണ്. അപ്പോൾ ഓരോ സോണിലും നമുക്ക് ഓരോ ആംബുലൻസ് ഉണ്ടാവും. ആ ആംബുലൻസിൻ്റെ നമ്പർ കഴിഞ്ഞ തവണ തന്നതുപോലെ തന്നെ നിങ്ങൾ ഓരോ സോണിലുള്ളവർക്ക് തരും. നിങ്ങൾ ആംബുലൻസിന് വിളിക്കുമ്പോൾ നിങ്ങൾ ആ ഏതിടത്തിലാണോ നിൽക്കുന്നത് ആ നമ്പർ പറഞ്ഞ് തന്നെ അത് പ്രയോജനപ്പെടുത്താൻ പരമാവധി ശ്രമിക്കണം. നമ്മളുടെ 11 മണിയോടുകൂടിയാണ് നമ്മുടെ അവസാനത്തെ മാതാവിന് ഇവിടെ നിന്നും പുറപ്പെടുന്നത്. ആ മാതാവ് കടന്നു പോയതിന് ശേഷം ഇവിടെ നിന്നും വാഹനം ട്രാവലർ വരുന്നതാണ്. നിങ്ങൾക്ക് മരിയൻ വാലിയിൽ വന്ന് വാഹനം എടുത്തുകൊണ്ട് നിങ്ങളുടെ വാഹനം എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട് നിങ്ങളെ ഇങ്ങോട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരുന്നതാണ്. നിങ്ങൾ ബസ്സിലാണ് വരുന്നതെങ്കിലും കൃപാസനത്തിൻ്റെ വാതിൽക്കൽ നിന്നും നിങ്ങളുടെ വീടുകളിലേക്ക് പോകാനുള്ള സൗകര്യം ഉണ്ടാക്കുന്നതാണ്. സ്വാഭാവികമായിട്ടും 4 കിലോമീറ്റർ ശേഷമുള്ള ബീച്ച് റോഡിൽ നിൽക്കുന്നവർ ആ റോഡിൽ നിന്നും പ്രധാനപ്പെട്ട നമ്മളുടെ തീരദേശ റോഡിലോട്ട് വന്ന് നിൽക്കേണ്ടതാണ്. നിങ്ങളുടെ ബസ് റൂട്ടിൽ വന്ന് നിൽക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തൊപ്പിയും ബാഡ്ജും തരുന്നതാണ്. അതാണ് ഐഡൻറ്റിഫിക്കേഷൻ. ആ തൊപ്പിയും ബാഡ്ജും ഉള്ളവരെ ഈ വാഹനത്തിൽ കയറ്റി തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് ആക്കുന്നതിനുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളുടെ ഈ ജില്ലയിൽ നിന്നും മറ്റു ജില്ലയിൽ നിന്നൊക്കെ വരുന്നവർക്ക് ഒരുപാട് പേർക്ക് കടൽ കണ്ടിട്ടില്ലാത്തവരുണ്ടാവാം. അവർ വന്ന് നമ്മുടെ കോസ്റ്റൽ റൈഡിൽ, അതായത് തീരദേശത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ കടലിലോട്ട് പോകാനായിട്ട് നമ്മൾ ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും. പക്ഷേ ഏകദേശം 100 മീറ്റർ അകലത്തിൽ നമ്മൾ വോളണ്ടിയേഴ്സിനെ വിന്യസിക്കും. ഒരു കാരണവശാലും കടലിലിറങ്ങാൻ അനുവദിക്കരുത്, അപകടമാണ്. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ ഈ റെയിൽവേ ക്രോസിലെ കാര്യമാണേലും ക്രോസ് റോഡിലെ കാര്യമാണേലും തീരദേശത്തെ കാര്യമാണേലും കൃത്യമായി നമ്മളത് പാലിക്കപ്പെട്ടാൽ മാത്രമേ നമ്മളുടെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എടുക്കുന്ന ദൗത്യത്തിൻ്റെ പൂർണ്ണതയാവുകയുള്ളൂ. നിങ്ങൾ ഓരോരുത്തർ, ഇപ്പം ഞാനൊരു ടീമിനെ ഇടുമ്പോൾ നിങ്ങൾ പറയും നേരത്തെ ഞങ്ങളുടെ കൂട്ടത്തിൽ ഇന്നവരുണ്ടായിരുന്നു, അവരിപ്പോൾ ഈ ടീമിലുണ്ടെങ്കിൽ അവരെ കൂടി കോപ്റ്റ് ചെയ്തോണമെന്ന് പറഞ്ഞാൽ അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യാം. കാര്യം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കഴിഞ്ഞ പ്രാവശ്യം വർക്ക് ചെയ്ത അതേ ഇടത്തിൽ ഇത്തവണ നിൽക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി നമുക്ക് നല്ലതായിരിക്കും. വരും വർഷങ്ങളിലും അങ്ങനെ ഒരു സ്ഥിരം സംവിധാനത്തിലോട്ട് നമുക്ക് പോകാം. നമ്മൾ കഴിഞ്ഞ വർഷം പറഞ്ഞാൽ വൈറ്റ് ഉപയോഗിക്കണം. നമ്മൾ വൈറ്റ് തൊപ്പിയായിരിക്കും, ബാഡ്ജും ഉണ്ടാവും. ഷർട്ടോ ചുരിദാറോ സാരിയോ വൈറ്റ് ആയിരിക്കും. രാത്രിയിൽ വരുമ്പോൾ തന്നെ പിറ്റേ ദിവസം അതിരാവിലത്തേക്കും നിങ്ങൾക്ക് ഇടയ്ക്ക് ഏകദേശം ഒരു 11 മണിക്കും കഴിക്കാനുള്ള സ്നാക്സ്, അത് ഭക്ഷണം കിറ്റുകൾ 2 കിറ്റുകളിലാക്കി നിങ്ങൾക്ക് തരുന്നതാണ്. അതോടൊപ്പം തന്നെ തൊപ്പിയും ബാഡ്ജും ആവശ്യമായ കുടിവെള്ളവും കിറ്റിലാക്കി നിങ്ങൾക്ക് തരുന്നതാണ്. അത് രാത്രി തന്നെ നിങ്ങൾ കൈപ്പറ്റിയതിന് ശേഷമാണ് നിങ്ങൾ റെസ്റ്റ് എടുക്കാൻ പോകുന്നത്. ഏകദേശം 3 മണി വെളുപ്പിന് ദൂരെ, അതായത് ഇവിടുന്ന് വാറാൻകവലയ്ക്ക് ശേഷമുള്ള ഇടങ്ങളിൽ പോസ്റ്റ് ചെയ്യേണ്ട സഹോദരങ്ങളെ ഇവിടെ നിന്നും വാഹനത്തിൽ കൊണ്ടുചെന്ന് ഓരോ ഇടത്തിലും ഇറക്കി നിർത്തുന്നതാണ്. വാറാൻകവല വരെയുള്ള ആദ്യത്തെ 4 കിലോമീറ്ററുള്ള സഹോദരങ്ങൾ റാലിക്ക് മുൻപേ നടന്ന് അതാത് ഇടങ്ങളിലെ പോസ്റ്റ് നമ്പർ കാണും, ആ നമ്പറിൽ അവിടെ നിലയുറപ്പിക്കുക. തലേ ദിവസം വന്നതിന് രജിസ്റ്റർ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളെ ഏൽപ്പിക്കേണ്ട കാര്യങ്ങൾ, കൃപാസനത്തിൽ നിന്നും തരേണ്ട തൊപ്പി, ബാഡ്ജ്, സ്നാക്സ്, കുടിവെള്ളം, ഇത്രയും സാധനങ്ങൾ നിങ്ങളെ ഏൽപ്പിക്കുന്നതാണ്. രാവിലെ എന്ന് പറഞ്ഞാൽ 3 മണിയോടുകൂടി നമ്മൾ ഓരോ സഹോദരങ്ങളെയും ഓരോ ഇടത്ത് വിന്യസിക്കും. ആദ്യത്തെ 4 കിലോമീറ്ററിലുള്ളവർ റാലിക്ക് മുൻപേ തന്നെ നടന്നു പോയി നിൽക്കും. അതിന് ശേഷമുള്ളവരെ വാഹനത്തിൽ ഏകദേശം 4 മണിയോടുകൂടി ആക്കുന്നതാണ്, അങ്ങോട്ട് എത്തിക്കുന്നതാണ്. പക്ഷേ ചില ഇടങ്ങൾ, നമ്മളിപ്പം ചെത്തി, ചേന്നുവേലി, അർത്തിങ്കലുള്ള സഹോദരങ്ങൾ അതാത് ഇടം പറയുകയാണെങ്കിൽ അവർ അവിടെ തന്നെ പോസ്റ്റ് ചെയ്ത് നിൽക്കാറുണ്ട്. അത് പിന്നീട് ഫോൺ ചെയ്ത് പറയുമ്പോൾ ഡയറക്റ്റ് പറഞ്ഞാൽ മതി പ്ലീസ്. നിങ്ങൾ ഇന്നോ അല്ലെങ്കിൽ അടുത്ത ഞായറാഴ്ചയോ നിങ്ങൾ ഈ നമ്മുടെ പ്രാർത്ഥനയിലോ അല്ലെങ്കിൽ അന്ന് നമ്മളിവിടെ നിന്ന് അഖണ്ഡ ജപമാല മധ്യസ്ഥ പ്രാർത്ഥന പോകുന്നുണ്ട്, അതിന് വരാനായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾ അന്ന് ഇവിടെ വന്ന് പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ നിന്നും ഇന്നും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓഫീസിൽ നിന്നത്
കൈപ്പറ്റാവുന്നതാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത്, നിങ്ങളെല്ലാവരും നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് വന്നിട്ടുണ്ട്. ഈ വാട്സപ്പ് ഗ്രൂപ്പിൽ പ്രാർത്ഥനാ കാര്യങ്ങളല്ലാതെ വേറെ ഒരു കാര്യങ്ങൾക്കും അത് ഉപയോഗിക്കരുത്. കഴിഞ്ഞ വർഷം അങ്ങനെ 1-2 ചെറിയ കാര്യങ്ങളുണ്ടായി. അതവസാനം പോലീസ് കേസിൽ വരെ എത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അപ്പോഴതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കൃപാസനത്തിൽ പറയുക. നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഇൻസ്ട്രക്ഷനുകൾ അറിയിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ തലേ ദിവസം വരുമ്പോൾ എപ്പം നിങ്ങൾ വരുന്നോ അപ്പം ഞങ്ങൾ രജിസ്റ്റർ ചെയ്തു തരാം. 4 മണിയാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് ഡിക്ലെയർ ചെയ്യുന്നത്. ദയവേത് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കയ്യിലൊരു ഐഡൻറ്റിഫിക്കേഷൻ, ആധാറാണ് നമ്മുടെ ആ രേഖ, അത് നിങ്ങൾ കോപ്പിയാണ് ഉദ്ദേശിക്കുന്നത്, കോപ്പി കയ്യിലുണ്ടാവണം. നിങ്ങൾ വന്ന് രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് ആധാർ കോപ്പി അവിടെ കൊടുക്കുക, നിങ്ങളുടെ ഫോൺ നമ്പറും കൊടുക്കുക. അവിടെ വെച്ചിട്ട് റോബർട്ടേട്ടൻ അതെല്ലാം എഴുതി നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് തരേണ്ടതായ കിറ്റ് എല്ലാം ഉൾപ്പെടെ അപ്പം തന്നെ നിങ്ങളെ ഏൽപ്പിക്കും. നിൽക്കേണ്ട സ്ഥലങ്ങൾ, ഇൻസ്ട്രക്ഷനുകൾ അതെല്ലാം നിങ്ങളെ ഏൽപ്പിക്കും. അവിടെ വെച്ചിട്ടാണ് നിങ്ങൾ അവിടെ വെച്ചത് കൈപ്പറ്റുക. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ 10 മൊബൈൽ ടോയ്ലറ്റ്സുകളാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഇത്തവണ ഞാൻ 16 എണ്ണം പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ ഈ 16 എണ്ണത്തിൽ കഴിഞ്ഞ വർഷം നമ്മൾ 6 എണ്ണം 10 എണ്ണത്തിൽ 6 എണ്ണം ഇവിടെയാണ് സെറ്റ് ചെയ്തത്. ഇത്തവണ നമുക്ക് ഇവിടെ അതിനെ നമ്മളെ വാലിയിലും അതുപോലെ സോഷ്യയിലും ഇഷ്ടംപോലെ ബാത്റൂംസ് ഉണ്ട്. അതുകൊണ്ട് അതെല്ലാം അവിടെ ഉപയോഗിക്കാതെ നിങ്ങൾക്ക് പുറത്തുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് 16 ബാത്റൂം പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ ശ്രദ്ധിക്കാം, ഫ്രണ്ടിലേക്ക് വെക്കാതെ ബാക്ക് സൈഡിലേക്ക് തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ കാര്യം, ഇത്തവണ ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്, കഴിഞ്ഞ തവണ എന്താ പറ്റിയെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി 10 മണിക്കാണ് ഇത് ഡെലിവറി ചെയ്തത്. ഇത്തവണ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ഡെലിവറി ചെയ്താൽ പൈസ തരില്ല. നിങ്ങൾ തലേ ദിവസം കൊണ്ട് തന്നെ കൊണ്ടുവന്ന് വെച്ച് എല്ലാം ഓപ്പറേറ്റ് ചെയ്ത് കാണിച്ച് തന്നേക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊതുകാര്യങ്ങളെക്കുറിച്ച് ജനറൽ മാനേജർ ശ്രീ സണ്ണി പരത്തിൽ സംസാരിക്കും. ബഹുമാനപ്പെട്ട അച്ഛ, കൃപാസന എക്സിക്യൂട്ടീവ് അംഗങ്ങളെ, എൻ്റെ സഹോദരങ്ങളെ, ഇപ്രാവശ്യം 4 പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒന്ന് മരിയൻ വാലി എന്ന് പറയുന്നത് പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ട് ഒരു 2.5 ഏക്കറോളം 400 കാറുകൾ അവിടെ പാർക്ക് ചെയ്യുക. ഇപ്പം പൂഴിയടിച്ച് റെഡിയാക്കി നിർത്തിയിരിക്കുകയാണ്. ഏകദേശം 14 ബാത്റൂമോളം അവിടെ ഉണ്ട്. അവിടെയാണ് നമ്മൾക്ക് ആണുങ്ങൾക്ക് അവിടെ താമസിക്കേണ്ടത്. നമ്മുടെ ഈ തലേ ദിവസം വരുന്നവർക്ക് മാക്സിമം രാവിലെ വരാൻ ശ്രമിക്കുക. അടുത്തുള്ളവരൊക്കെ ആണെങ്കിൽ രാവിലെ വന്നാൽ മതി. കുറച്ച് പേരെ കഴിഞ്ഞ പ്രാവശ്യവും ഒരു റൂമിലൊക്കെ 15 പേരൊക്കെ കിടക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും, അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കഴിയുന്നത്ര ആൾക്കാർ രാവിലെ വരാൻ പറ്റും. 5 മണിക്ക് എങ്കിലും കുറച്ച് പേര്, നമുക്ക് ഏകദേശം ഒരു 20 പേരൊക്കെ നമ്മുടെ ട്രാഫിക്കിൽ, അതുപോലെ തന്നെ സാർ പറഞ്ഞ പോലെ പോലീസുകാരുണ്ടാവും. അവരെയൊക്കെ നമുക്ക് മാക്സിമം ഈ ട്രാഫിക് സെക്ഷനിൽ തന്നെയാണ് നിർത്തുന്നത്. അങ്ങനെയുള്ളവരൊന്ന് റിപ്പോർട്ട് ചെയ്യണം. സെപ്പറേറ്റ് ഒന്ന് നേഴ്സുമാരുണ്ടാവും, അവരെയൊക്കെ അതിലേക്ക് തന്നെ നേഴ്സുമാരും ഡ്രൈവേഴ്സ് ഉണ്ടാവും. അവരെല്ലാം നമുക്ക് പാർക്കിങ്ങിൻ്റെ ഈ റോഡ് സൈഡിലുള്ള ട്രാഫിക് നിയന്ത്രണത്തിന് തന്നെ എടുക്കണം. അത് നിങ്ങളൊന്ന് പറഞ്ഞേക്കണം. അതിലൊരു ആ രജിസ്ട്രേഷൻ്റെ ഏറ്റവും അവസാനത്തെ കുളത്തിൽ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആരും അതിൻ്റെ ഇത് എഴുതിയിട്ടില്ല. നേഴ്സുമാരാണെങ്കിൽ നേഴ്സുമാരും. വാലി എന്ന് പറയുന്നത് ഇവിടെയാണ്, പെട്രോൾ പമ്പിൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. ഏകദേശം ഇത്രയും പാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ പാർക്ക് ചെയ്യാൻ വരികയാണെങ്കിൽ നേരത്തെ ആണെങ്കിൽ പോലും അങ്ങോട്ട് പറഞ്ഞു വിടുക. വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്ന് അതിൻ്റെ കൂടെ പോവുക. പിന്നെയുള്ള സോഷി എന്ന് പറഞ്ഞാൽ നേരെ വാതിക്കുള്ള പാർക്ക്, ഒരു 140 കാറുകളോളം അവിടെ കിടക്കും. ബാത്റൂം ഏകദേശം ഇപ്പം നമ്മൾ നിലവിലുള്ളത് ഒരു 14 ബാത്റൂം ഇവിടെ ഉണ്ട്. പിന്നെ അറേഞ്ച് ചെയ്യുന്നുണ്ട്, വേറെ മൊബൈലായിട്ടുള്ള ടോയ്ലറ്റും കൂടി അറേഞ്ച് ചെയ്യുന്നുണ്ട്. അവിടെ സ്ത്രീകൾക്ക് കിടക്കാനുള്ള, മറ്റേ വളണ്ടിയേഴ്സായിട്ട് വരുന്ന സ്ത്രീകൾക്ക് കിടക്കാനുള്ള സൗകര്യം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ആണുങ്ങൾക്ക് മരിയൻ വാലിയിലാണ്. അതുപോലെ തന്നെ രാവിലെ ഫുഡ് 2 നേരത്തേക്കുള്ളത് നമ്മൾ 2 കിറ്റ് നിങ്ങൾക്ക് കയ്യിൽ തന്നു വിടും. അപ്പോൾ വെള്ളവും അതിൻ്റെ സ്നാക്സും എല്ലാം കൂടി ഒരു ഫുഡായിരിക്കും. ഫുഡ് ചെറിയ കഴിഞ്ഞ പ്രാവശ്യം പോലെയുള്ള ആ ബിരിയാണിയൊക്കെ കൊടുത്തിട്ട് ആൾക്കാർക്ക് ബുദ്ധിമുട്ടായിരുന്നു കഴിക്കാനും. അപ്പോൾ ലൈറ്റ് ഫുഡായിരിക്കും അറേഞ്ച് ചെയ്യണം. നിങ്ങളെ പ്രേക്ഷിത വേല ചെയ്യാം, അതിന് വേണ്ടിയിട്ട് 2 കിറ്റ് തരും. അപ്പോൾ രാവിലെ എത്തും, വൈകിട്ട് എത്തും. അത് കഴിഞ്ഞ് നിങ്ങൾ 12 മണി 11 ആകുമ്പോൾ തീരും. അത് കഴിഞ്ഞ് നിങ്ങളെ പിക്ക് ചെയ്ത് ഇവിടെ കൊണ്ടുവന്ന് എത്തേണ്ട സ്ഥലത്ത് നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ ഇവിടെ, ഇല്ലെങ്കിൽ ഹൈവേയിൽ കൊണ്ടുവന്ന് എത്തിച്ചു തരുന്നതാണ്. പിന്നെ ഗതാഗത ക്രമീകരണങ്ങൾ നമ്മൾ KSRTC 12 എണ്ണമാണ് കഴിഞ്ഞ പ്രാവശ്യം വാടകയ്ക്ക് എടുത്തത്. ആർത്തുങ്കപ്പള്ളിയിൽ നിന്ന് നേരെ ഫ്രീ ബസ്, പൈസ ഒന്നും കൊടുക്കാതെ തന്നെ നമ്മൾ 1,80,000 രൂപ കൊടുത്ത് വാടകയ്ക്ക് എടുത്ത ഒരുപാട്
നമ്മൾക്കെതിരായിട്ട് ഇതൊക്കെ വന്നതാണ്, വൈറലായതാണ്. പക്ഷേ നമ്മൾ പൈസ കൊടുത്താണ് വണ്ടി വാടകയ്ക്ക് എടുത്തത്. ഇവിടെ ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ചില സംഘടനകളൊക്കെ വന്ന് പത്രക്കാർ ഇവിടെ വന്ന് അതിനുള്ള ബൈറ്റ് നമ്മൾ റെസീറ്റ് കാണിച്ചു 1,80,000 രൂപ മുടക്കിയിട്ടാണ് വണ്ടി വാടകയ്ക്ക് എടുത്തത്. അത് ഇക്കൊല്ലം കുറച്ചുകൂടി കൂടുതൽ 15 വണ്ടിയാണ് എടുത്ത് ഹൈവേയിലേക്ക് അടിക്കാൻ വേണ്ടി. കൂടുതൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യണത് കണിച്ചുകുളങ്ങര ക്ഷേത്ര മൈതാനത്ത്. അവിടെ അതുവഴി നേരെ ഹൈവേയിൽ കൊണ്ടുവന്ന് ഇറക്കാനുള്ള ക്രമീകരണങ്ങൾ എടുത്തിട്ടുണ്ട്. 10 പ്രൈവറ്റ് ബസ്സും പറഞ്ഞിട്ടുണ്ട്. അവർക്ക് ഡീസൽ അടിക്കാൻ്റെ പൈസ ചോർത്ത് അത് അവർ പേയ്മെൻറ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന് ഇറക്കണം. നമ്മൾ മറ്റത് KSRTC ഫ്രീ ആയിട്ടായിരിക്കും നിങ്ങളെ ഇറക്കേണ്ടത്. അത് നിങ്ങളുടെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് അറിയിക്കുകയാണ്. ആൾക്കാരുണ്ടെങ്കിൽ പറയുക, അവരോട് ഹൈവേയിലേക്ക് ഫ്രീ ആയിട്ട് ഇറക്കുന്നത്. പിന്നെ KSRTCയുടെ ഉദ്യോഗസ്ഥരുണ്ട് ഉണ്ടാവും, അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ളത് അറേഞ്ച് ചെയ്യും. പിന്നെ കേരളത്തിൽ നിന്നുള്ള എല്ലാ ഡിപ്പോകളിൽ നിന്ന്, ഞാൻ KSRTC ഡ്രൈവറായിരുന്നു 15 വർഷത്തോളം, അതിനുള്ള ക്രമീകരണങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ചീഫ് ഓഫീസിൽ നിന്ന് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഏകദേശം 140 വണ്ടികളോളം ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് കേരളത്തിലെ എല്ലാ ഡിപ്പോകളിൽ നിന്നും കൃപാസനത്തിലേക്ക്. രാവിലെ 5 മണിക്ക് എത്തേണ്ട രീതിയിലാണ്. അതാത് സമയം എല്ലാ ഡിപ്പോകളിലേക്കും അറിയാം കലവരെത്തേണ്ട സമയങ്ങൾ. അപ്പോൾ അത് കണക്കാക്കിയിട്ട് 140 ബസ് ഇപ്പം തന്നെ ഓർഡറായിട്ടുണ്ട് ഇങ്ങോട്ട് വിടാനായിട്ട്. 79 ബസ് ആൾക്കാർ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട് ഇപ്പം. നമ്മുടെ അതിനെയും കൂടാനാണ് ചാൻസ്. 79 അതെല്ലാം പാർക്ക് ചെയ്യണത് ഒന്നെങ്കിൽ വാലിയിൽ ഇല്ലെങ്കിൽ KSRTCയുടെ ഇവിടെ ഒരു യാർഡുണ്ട്, അവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ടൈമായിട്ട് സമയത്ത് മാത്രം അങ്ങോട്ട് കൊണ്ടുവന്ന് നിങ്ങളെടുത്ത് ഭക്തജനങ്ങളെടുത്ത് അവർ തിരികെ പോകും. അതിന് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 1 വേ ആണ് അവിടെ പറഞ്ഞിരിക്കണം, പോലീസിൻ്റെ സാന്നിധ്യത്തിൽ പറഞ്ഞിരിക്കണം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടി പോയിട്ടാണ് ഒരുപാട് തിരക്കും ബുദ്ധിമുട്ടുണ്ടായി. അതുപോലെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് നമ്മുടെ കൊച്ചുപള്ളിയുടെ അവിടെ അതിൻ്റെ ഫ്രണ്ടിലുണ്ട്. ഏകദേശം 150 വണ്ടികളോളം അവിടെ കിടക്കും. രൂപതയുടെ സ്ഥലമാണ്, അതും നമ്മൾ ഒരുക്കിയിട്ടുണ്ട്, എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ കൊച്ചുപള്ളിയിലുണ്ട്, അവിടെയും കുറച്ച് വണ്ടി കിടക്കും. നിങ്ങൾ ആരെങ്കിലുമൊക്കെ ചോദിക്കുകയാണെങ്കിൽ 4 പാർക്കിംഗ് ഗ്രൗണ്ടാണ് ക്രമീകരിച്ചിരിക്കുക, അതൊന്ന് ഓർക്കുക. പിന്നെ പ്രത്യേകിച്ച് പറയേണ്ടത് ഈ അസുഖമായിട്ടുള്ളവരെയൊക്കെ ഒന്ന് നിങ്ങളൊന്ന് നോക്കിക്കൊള്ളാം. തീരെ വീഴാൻ നമുക്കറിയാം, അവർ കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ അവരെ ഒന്ന് പിന്നെ നടക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. വളണ്ടിയേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ ആംബുലൻസിൻ്റെ നമ്മുടെ ഗ്രൂപ്പിലിടുന്ന ആംബുലൻസിൻ്റെ കോർഡിനേറ്ററുടെ നമ്പർ ഇവിടെ അവരെ കൂടുതൽ നടക്കാൻ അനുവദിക്കരുത്. കാരണം വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം ഒരുപാട് ഹാർട്ടിൻ്റെ അസുഖമുള്ളവരും വലിവുള്ളവരുണ്ടാവും, പ്രഷറുള്ളവരുണ്ടാവും. അവരെയൊക്കെ നമുക്ക് കാണുമ്പോൾ അറിയാം, അവരെ കൊണ്ട് കൂടുതൽ നടപ്പിക്കരുത്. നിങ്ങൾ മാറിയിരിക്കാൻ പറയുക. അതുപോലെ തന്നെ അവർക്ക് ബസ്സിന് പോകാനുള്ള സൗകര്യം നമ്മളവിടെ ബോർഡ് കഴിഞ്ഞ കൊല്ലം ഒരുക്കിയിരുന്നു. ബസ് റൂട്ട് അപ്പോൾ അവർക്ക് ബസ്സിന് പോകണമെങ്കിലും നടന്ന് അർത്തുങ്കൽ ബസ്സിന് പോയി അർത്തുങ്കലേക്ക് വന്നിട്ട് പടിഞ്ഞോട്ട് വന്നിട്ട് ഇതിൻ്റെ കൂടെ റാലിയുടെ കൂടെ പോകുന്ന കൂടുതൽ അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ബീച്ച് റോഡിലേക്ക് ബസ് റൂട്ടിലേക്ക് എത്താനുള്ള സൗകര്യം നമ്മൾ അവിടെ എല്ലാം കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നു, പക്ഷേ ആരും ഉപയോഗിച്ചില്ല. വളണ്ടിയേഴ്സ് പ്രത്യേകം പറയണം. നടഞ്ഞു കുഴണവർക്ക് തീരദേശ റൂട്ടിലേക്ക് വരാനുള്ള ബോർഡുണ്ട്. ബസ് കിട്ടുന്ന സ്ഥലമെന്നും പറഞ്ഞിട്ടാണ് ബോർഡ് വെച്ചിരുന്നത്. അപ്പോൾ അത് നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണം. പിന്നെ കൂടുതൽ 20 പേര് മാക്സിമം 20 പേരെ ഇവിടെ ജൊറോബോട്ടയുടെ കഴിഞ്ഞ കൊല്ലം ഇവിടെ ആളില്ലായിരുന്നു. 20 പേരെങ്കിലും ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്കായത് നമ്മുടെ ഫ്രണ്ടിലാണ്. അവർക്ക് നിർദ്ദേശം കൂടെ അത് ഒന്ന് അറേഞ്ച് ചെയ്യണം. പിന്നെ വരുന്നവർക്ക് തലേദിവസമൊക്കെ വരുന്നവർക്ക് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പുറത്തുനിന്നുള്ള വിദേശത്തു നിന്നും എല്ലായിടത്തു നിന്നും ആൾക്കുണ്ട്. കുറച്ച് പേരെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇവിടുത്തെ ലിറ്റിൽ ഫ്ലവർ സ്കൂളാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഒരു 2500 പേരോളം അവിടെ അക്കോമഡേഷൻ. അവിടെ കൂടുതൽ ഏകദേശം 60 ബാത്റൂമുകളോളം അവിടെ ഉണ്ട്. അത് പ്രയോജനപ്പെടുത്താണ്. നിങ്ങൾ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ സ്കൂളിലാണ് 4 മണി തൊട്ടാണ് അവരോട് പറഞ്ഞിരിക്കുന്നത്. അവർ എത്താൻ പറഞ്ഞിരിക്കുന്നത് 4 മണിക്ക്. അന്ന് രാവിലെ അവിടെ പകലവിടെ സ്കൂളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കാണ് നമുക്ക് ഇട്ട് തന്നിരിക്കണം. 4 മണി തൊട്ട് നിങ്ങൾ ആരെങ്കിലുമൊക്കെ അറിയാവുന്നവരുണ്ടെങ്കിൽ സ്കൂളിലേക്ക് കൃപാസനത്തിൽ വന്നിട്ട് സ്കൂളിലേക്ക് അറേഞ്ച് ചെയ്ത് അവരുടെ ഫുഡ് വൈകുന്നേരം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവിടെ 2500 പേര് കഴിഞ്ഞ കൊല്ലം അത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത്രയാണ് ട്രാഫിക്കുമായിട്ട് ബന്ധപ്പെട്ട് പറയണം. KSRTCയിലെ തന്നെയാണെങ്കിലും അവരുടെ വരുന്നവരുടെ നിങ്ങൾ അറിയാവുന്നവരോട് പറയുക, ഫ്രീ ആയിട്ട് വരുന്നതെല്ലാം KSRTC ആണ്. പ്രൈവറ്റ് ബസ്സെല്ലാം പേയ്മെൻറ്റ് കൊടുത്താണ് ഹൈവേയിൽ എത്തിക്കേണ്ടത്. അവരുടെ ഡീസൽ ചാർജ് അവർ ചോദിച്ചിട്ടുണ്ട്. അവർക്ക് റൂട്ട് കളഞ്ഞ് വരാൻ, അപ്പോൾ അതും അറേഞ്ച് ചെയ്യാനുണ്ട്. മാക്സിമം ഗതാഗത സൗകര്യത്തിനാണ് ഇതിൻ്റെ പ്രാധാന്യം കൊടുക്കുന്നത്. ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് വീടുകളിലേക്ക് എത്താൻ പോകാനുള്ളത്. മാക്സിമം 60 വയസ്സ് കഴിഞ്ഞവർ നടക്കേണ്ട കാര്യം അവരുടെ ആരോഗ്യത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞവരാണത്. കതപ്പലും ഇതൊക്കെ ഉണ്ടാകണം. അപ്പോൾ അത് മാക്സിമം 2 പ്രാവശ്യം ഇട്ടിട്ടുണ്ട്. നിങ്ങൾ കാണികളെന്ന് പറയുക. കുറച്ചെങ്കിലും നടന്നാൽ മതി അവർ. അത് കഴിഞ്ഞ് ബസ്സിന് പോകാം. ഇല്ലെങ്കിൽ അർത്തുങ്കൽ വന്ന് ബസ്സിൽ തന്നെ അർത്തുങ്കൽ വന്ന് ഇറങ്ങിയിട്ട് അവിടുന്ന് കടപ്പുറത്ത് തന്നെ 2 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് അതിൻ്റെ കൂടെ പോന്നു കഴിഞ്ഞാൽ എൻ്റെ ഒരു ഭാഗമാകാൻ പറ്റും. അതൊന്നും നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കണേ അവർക്ക്. സഹോദരങ്ങൾ, നമ്മൾ 100 മീറ്റർ അകലത്തിൽ 2 പേരെ വീതമാണ് ക്രമീകരിച്ചത്. അതിന് കാരണം ഒരാൾക്ക് റെസ്റ്റ് എടുക്കാൻ പോകാം, അല്ലെങ്കിൽ പ്രാഥമിക ആവശ്യങ്ങൾക്കൊക്കെ പോകാം. അതിന് വേണ്ടിയിട്ടും കൂടെയായിരുന്നു.
അപ്പോൾ ഓരോരുത്തരെയാണ് നിൽക്കുന്നതെങ്കിൽ 50 മീറ്റർ അകലത്തിൽ തന്നെ നമുക്ക് കടൽ തീരങ്ങളിൽ വിന്യസിക്കാൻ പറ്റും. കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടെ വോളണ്ടിയേഴ്സ് ഇത്തവണ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ പേരെ വിന്യസിച്ച് സമാധാനപരമായിട്ട് സുരക്ഷിതമായിട്ട് തന്നെ നമുക്ക് ആ കാര്യങ്ങൾ ചെയ്യാം. അർത്തിങ്ങിലെ പ്രോഗ്രാമുകൾ പങ്കുവെക്കുന്നു. 6 മണിക്ക് ബഹുമാനോട് ജോസഫ് അച്ഛൻ ഇവിടുന്ന് റാലി ആശീർവദിച്ചു വിടുന്നു. 7:30 മണിക്ക് മാരാരിക്കുളം ബീച്ചിൽ വെച്ച് അഭിവന്ദ് ജെയിംസ് റാഫേൽ അനാപറമ്പിൽ പിതാവ് അത് ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് റാലി കടപ്പുറത്തോട് നയിക്കപ്പെട്ട് അർത്തിങ്ങിൽ ബസിലിക്കായുടെ പടിഞ്ഞാറേ കുരിശടിയിലെത്തി നേരെ അർത്തിങ്ങിൽ എത്തിച്ചേരുമ്പോൾ ബസിലിക്കായുടെ റെക്ടർ ഡോക്ടർ ഫാദർ യേശുദാസ് കാട്ടിങ്ങൽ തയ്യൽ റാലിക്ക് സ്വീകരണം നൽകും. തുടർന്ന് ബഹുമാനം ഡോക്ടർ ഫാദർ വി പി ജോസഫ് അലിവട്ടിൽ ആമുഖ സന്ദേശം നൽകുകയും പൊന്തിഫിക്കൽ സമൂഹ ദിവ്യബലി അഭിവന്ദ് രൂപതാധ്യക്ഷൻ ജെയിംസ് റാഫേൽ ആനാപറമ്പ് പിതാവിൻ്റെ നേതൃത്വത്തിൽ നയിക്കപ്പെടും. ഈ റാലി തന്നെ മെയിൻ രക്ഷയുടെ മഹാജൂബലി വർഷമാണിത്. അതുകൊണ്ട് തന്നെ തീർത്ഥാടക റാലിയാണിത്. ഈ റാലിക്ക് നമ്മൾ പ്രത്യാശയുടെ തീർത്ഥാടകരെന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് അത്യുന്നത കർദിനാൾ ബസേലിയോസ് ക്ലിബീസ് ബാബ തിരുമേനി നമുക്ക് സന്ദേശം നൽകും. തുടർന്ന് മെട്രോപൊളിറ്റൻ ആർച്ച് ബിഷപ്പ് ന്യൂഡൽഹി ഹരിതാബാദ് ബിഷപ്പ് നമുക്ക് സിറുമലബാർ ആരാധനക്രമത്തിൽ സമാപന ദിവ്യബലി അർപ്പിച്ച് പ്രാർത്ഥിക്കും. 2 ആരാധനകൾ നമുക്കുണ്ടാകും. 2 ബഹുമാനോട് ജോസഫ് അച്ഛൻ ഈ ദിവസങ്ങൾ 2 സമയങ്ങളിലായിട്ട് അത് ക്രമീകരിക്കും. അതുപോലെ തന്നെ രൂപതയിൽ നിന്നുള്ള വൈദികർ സന്ദേശം നൽകും, പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയും ചെയ്യും. ബഹുമാനോട് ലക്സ് കൊച്ചിക്കാരൻ വീട്ടിലായിരിക്കും ത്രൂഔട്ട് ശുശ്രൂഷകളിൽ മുഴുവനും നേതൃത്വം നൽകിക്കൊള്ളുക ജനത്തെ നയിക്കുന്നത്. ഇവിടെ ഞങ്ങളെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നിങ്ങളുടെ പ്രാർത്ഥനകൾ ചെയ്തുകൊണ്ട് തന്നെ ത്യാഗത്തോടു കൂടി തന്നെയാണ്, ആത്മസംയമനത്തോടു കൂടി തന്നെയാണ് നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കേണ്ടത്. അപ്പോൾ ദൈവം നിങ്ങളെ ഇരട്ടി 10 ഇരട്ടിയായിട്ട് നിങ്ങളെ ആശീർവദിക്കും. നമ്മുടെ കൃപാസനത്തിൻ്റെ ആദ്യത്തെ വോളണ്ടിയേഴ്സ് മീറ്റിംഗാണിത്. ഇനിയുള്ള ദിവസങ്ങൾ 25-ാം തീയതി വരെ നമ്മൾ ഓരോ ജപമാലയും ഈ റാലിക്ക് വേണ്ടി അർപ്പിക്കണം. നമ്മുടെ ഈ റാലി പൂർണ്ണമായിട്ട് വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വേദിയിലിരിക്കുന്ന എല്ലാവർക്കും ആദ്യമായി ഞാൻ നന്ദി പറയും. ഇന്ന് ദിനം ഈ യോഗത്തിൽ പങ്കെടുത്ത ഓരോരുത്തരെയും അമ്മ മാതാവ് ഈശോയ്ക്ക് കൊടുത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിത സാഹചര്യങ്ങളെയും ഞങ്ങളുടെ നിയോഗങ്ങളെയും അനുഗ്രഹിക്കുവാൻ എപ്പോഴും അമ്മ കൂടെ ഉണ്ടാവുകയും ചെയ്യണമേ. അമ്മയ്ക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന സന്തോഷത്തിൻ്റെ ഈ പ്രവൃത്തി അനേക ലക്ഷം മനുഷ്യർക്ക് ജീവിതത്തിന് വലിയൊരു അനുഭവമായി തരുവാൻ, ആത്മീയ അനുഭൂതിയായി തരുവാൻ, ജപമാല ഭക്തി ഹൃദയത്തിൽ ആഴപ്പെടുവാൻ, തീർത്ഥാടനം സ്വർഗത്തിലേക്കുള്ള യാത്രയുടെ മുന്നോടിയാണെന്ന് തിരിച്ചറിയുവാൻ ഓരോരുത്തരെയും സഹായിക്കുവാൻ കൃപയാകണമേ.